വർക്ക് ചെയ്തിരുന്ന കാലത്ത്, അതായത് അദ്ദേഹം പാട്ട് എഴുതുന്നു, ഞാൻ മ്യൂസിക് ചെയ്യുന്നു, ഇത് ഒരു സാധാരണ സംഭവമല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം പറയാം. അദ്ദേഹം ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഉലാത്തുകയാണ്. അവിടം വരെ ഇങ്ങനെ പോകും, തിരിച്ചിവിടം വരെ വരും. അപ്പം ഞാനൊരു ട്യൂൺ കൊടുത്തിട്ട് ആ ട്യൂണിനനുസരമായിട്ടുള്ള കവിത ആലോചിച്ച് തിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് എന്നോട് പറയാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ 2 നടപ്പ് കഴിയുമ്പോൾ ഉടനെ പറയും, രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ? അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മൾ ആ കവിതയ്ക്ക് ആ ട്യൂണിൻ്റെ അനുസരണമായിട്ടുള്ള ഒരു വരിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായ കവിതകളാണ് ആ രാധതൻ പ്രേമത്തോടാണെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രകൃതം, അദ്ദേഹം ഒരു വീഡിയൊക്കെ വലിക്കുന്ന ആളാണ്, ഒന്നും കുഴപ്പമില്ല. പക്ഷേ അത് വീഡിയൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതിനിടയ്ക്കായി ചിന്ത. അപ്പം അന്നേരം ഒന്നും എന്നെ നോക്കത്തില്ല. അപ്പം ഞാനൊരു ഗുമസ്തൻ്റെ കണക്കനുസരിച്ച് ഞാനിവിടെ ഒരു മേശയുടെ ഇവിടെ കടലാസും ഒക്കെ ആയിട്ട് പേനയൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പം എൻ്റെ ജോലി ഞാൻ പാട്ട് ട്യൂൺ ചെയ്യാൻ വേണം, എഴുതുകയും വേണം. പുള്ളി എഴുതത്തില്ല, എഴുതാതെ ഇങ്ങനെ കൊല്ലാത്തുകയാണ്. അതാണ് പുള്ളിയുടെ പ്ലാൻ. അങ്ങനെ പലപ്പോഴും ഞാനൊരു സഹായിയായിട്ടും, അതായത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ വേണം, അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞിയും കറിയും വെക്കുകയും വേണമെന്ന് പറഞ്ഞ പോലെ പെണ്ണുങ്ങളെങ്ങനെയാണോ അതുപോലെയുള്ള പരിപാടിയിലായിരുന്നു ഞങ്ങളെ. ഈ കാസറ്റ് അത്രയും വർക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു സന്ദർഭത്തിലൂടെയാണ്. ഇതൊരു തമാശന് പറയുകയല്ല, അദ്ദേഹം അങ്ങനെയായിരുന്നു. പക്ഷേ അദ്ദേഹം എഴുതിക്കൊണ്ട് വരുന്ന ഗാനങ്ങളുമുണ്ട്, അതും ട്യൂൺ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഈ അസാധാരണമായിട്ടുള്ള ഈ സഞ്ചാരത്തിൽ എഴുതി കിട്ടുന്ന വാക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ കവിതകൾ അപാരമായിരുന്നു. ഒരു മനുഷ്യൻ എഴുതാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഓർമ്മയിൽ വരാത്ത സാഹിത്യ ഭംഗിയുള്ള വരികളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എല്ലാ പാട്ടുകളും. മയിൽപ്പീലിൽ നിന്നുള്ള ആ ഒരു കാസറ്റ് യേശുദാസ് പാടിയിരിക്കുന്ന അതിനകത്തുള്ള 9 പാട്ടായിരുന്നു. ആ 9 പാട്ടും ഗംഭീരമായിട്ട് ഹിറ്റായി. അത് ലോകം മുഴുവൻ എല്ലാവരുടെയും ഹിന്ദുക്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റു സമുദായക്കാരുടെ വീട്ടിലും ആ പാട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട്, അവർ കേൾക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയൊക്കെ പോകുമ്പോൾ അവിടെ ഈ കാസറ്റ് എല്ലാ വീടുകളിലും ഉണ്ട്. അയ്യപ്പൻ്റെ കഥ ഒരു ചെറിയ കഥയാണ്. പന്തളത്തിൽ രാജാവിൻ്റെ മകനായിട്ട് അല്ലെ ബോംബെയിൽ ജനിച്ചു, അങ്ങനെ കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ശബരിമലയിൽ ജയിച്ചു, തീർന്നു കഥ. പക്ഷേ അതിനകത്തുകൂടെ ഒരുപാട് കവിതകൾ, ഒന്നാം തരം കവിതകളാണ് വന്നിരിക്കുന്നത്. അതിൽ കർപ്പൂരപ്രിയനെ എന്നുള്ള കവിത എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു, കരിമല കയറ്റവും ഞാൻ മറന്നു. കർപ്പൂരപ്രിയനെ നിൻ കഥ കേട്ടു, കരിമല കയറ്റവും ഞാൻ മറന്നു. വലിയാനവട്ടവും ചെറിയാനവട്ടവും വന്നതും പോയതും ഞാൻ മറന്നു. നെന്മുഖം ധ്യാനിച്ചു ഞാൻ നടന്നു. കർപ്പൂര ഈ പാട്ട് വാസ്തവത്തിൽ ഒരു ഭക്തന്റെ മനസ്സിലെ അനുഭൂതികൾ മുഴുവൻ ആ 4 വരിക്കകത്ത് ആ ഭക്തി നിർഭരമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. ഈ പാട്ട് പാടാത്ത ഗാനമേള സെറ്റുകളില്ല, ആരുമില്ല. എല്ലാവരും ഇത്രയും നല്ല കവിതകൾ രചിച്ച് എനിക്ക് തന്നതുകൊണ്ടാണ് ഇത്രയും നല്ല ട്യൂണായി ഇതിനകത്ത് വന്നത്. അത് ഭഗവാന്റെ കൂടെ കാരുണ്യമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത വർക്കുകളെല്ലാം വളരെ വളരെ നന്നായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇനിയും എന്നും ഞാനിപ്പോൾ ഈ സമയത്ത് പറയുകയാണ്, രമേശ് നായർക്ക് ഇന്നിവിടെ കൊടുത്ത ഈ പുരസ്കാരം ഏറ്റവും ഉചിതമാണ്. അദ്ദേഹം ചെയ്തതുപോലെ അല്ലെ എഴുതിയതുപോലെയുള്ള കവിതാ സമാഹാരം ഒരിക്കലും ആരും എഴുതിയിട്ടില്ല. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കവിയാണ് എസ് രമേശൻ നായർ. അദ്ദേഹം വലിയ വലിയ കാവ്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ പ്രസിദ്ധപ്പെടുത്താനൊക്കെ പോകുകയാണ്. പലത് എഴുതി പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞു. പക്ഷേ ഇനി വരാൻ പോകുന്നത് ഒരു വലിയ അതായത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ഒരു വലിയ ഒരു കവിതയല്ല,
കാവ്യം എഴുതിയിരിക്കുകയാണ്. അത് നിങ്ങൾക്കെല്ലാം പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നാലും എൻ്റെ മനസ്സിൽ കയറിയ ഒരു കാര്യം പറയണം. അദ്ദേഹത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെയും അതുപോലെ ചോറ്റാനിക്കര ഭഗവതിയുടെയും ഒക്കെ കടാക്ഷമാണ്. ഈയിടെ ചോറ്റാനിക്കര ഭൈരവി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കാസറ്റ് ഇറങ്ങി. ഈ കഴിഞ്ഞ മകത്തിനാണ് ഇറങ്ങിയത്. ആ കാസറ്റ് വളരെ ഹിറ്റായി. കാരണം ഭൈരവി എന്ന് അതിന് പേരിട്ടിരിക്കുന്നു. അത് നല്ല, അതിനകത്തും നല്ല ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതും വളരെ പ്രസിദ്ധമായ ഒരു കാസറ്റ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ അദ്ദേഹം രചിക്കുന്ന എല്ലാ കവിതകളും വളരെ നല്ലതാണ്. അത് എല്ലാവർക്കും ഹിതമായിരിക്കും, അല്ലെങ്കിൽ ഹിതം ആകും എന്നുള്ള ഒരു വലിയ ഒരു മനസ്സുകൊണ്ട് എനിക്കുണ്ട്. കാരണം ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാ രംഗങ്ങളിലും അതെല്ലാം ഹിറ്റായിട്ടുണ്ട്. അതെല്ലാം ഇന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇവിടെ ഈ പുരസ്കാരത്തിന് ഞാൻ അദ്ദേഹത്തിന് ഈ പൊന്നാള ഇത് പുരസ്കാരം കൊടുക്കുവാനുള്ള ഒരു വേദി ഒരുക്കിയതിനും എല്ലാം ഇതിൻ്റെ കമ്മിറ്റിക്കാരോടും എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, കൃതജ്ഞതയുണ്ട്. സ്വാമി ശരണമയ്യപ്പ.